നമസ്കാരം, എല്ലാവർക്കും തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം. റഷ്യയിലെ കസാനിൽ യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണം. കസാനിലെ ഉയരം കൂടിയ കെട്ടിടങ്ങളെ ലക്ഷ്യമാക്കി 8ഓളം ഡ്രോണുകളാണ് ആക്രമണം നടത്തിയത്. നിരവധി ബഹുനില കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ട്. കെട്ടിടങ്ങളിൽ നിന്ന് തീയും പുകയും ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. യുക്രൈനാണ് ഡ്രോൺ ആക്രമണത്തിന് പിന്നിലെന്ന് റഷ്യ ആരോപിച്ചു. ഒരു ഡ്രോൺ റഷ്യൻ പ്രതിരോധ സേന വെടിവെച്ചിട്ടതായി റഷ്യൻ വാർത്താ ഏജൻസി സ്പുട്നിക് റിപ്പോർട്ട് ചെയ്തു. മോസ്കോയിൽ നിന്ന് ഏകദേശം 800 കിലോമീറ്റർ അകലെയാണ് ആക്രമണം നടന്ന കാസാൻ പട്ടണം. അവിടെയുള്ള കെട്ടിടങ്ങളിൽ നിന്ന് താമസക്കാരെ അടിയന്തരമായി ഒഴിപ്പിക്കുകയാണ് റഷ്യൻ അധികൃതർ. ആക്രമണത്തെ തുടർന്ന് കാസാനിലെ വിമാനത്താവളവും അടച്ചിട്ടിട്ടുണ്ട്. അമേരിക്കയിൽ നടന്ന 9/11 ആക്രമണത്തിന് സമാനമായ രീതിയിലാണ് യുക്രൈൻ്റെ ആക്രമണമുണ്ടായത്. ഇതേപോലെ തന്നെ ഡ്രോണുകൾ ബഹുനില കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറ്റിയാണ് യുക്രൈൻ സ്ഫോടനങ്ങൾ നടത്തിയത്. ഇവിടെ വ്യത്യാസം വിമാനങ്ങൾക്ക് പകരം ഡ്രോണുകളാണ് ഉപയോഗിച്ചത് എന്ന് മാത്രം. യുക്രൈൻ 8ഓളം ഡ്രോണുകളാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചത്. യമനിലുള്ള ഹുത്തികൾ ഇസ്രായേലിന് നേരെ റോക്കറ്റ് അയച്ച് ആക്രമണം നടത്തി. എന്നാൽ റോക്കറ്റിനെ ഇസ്രായേൽ സേന അയൺ ഡോം കൊണ്ട് വെടിവെച്ചിടുകയാണ് ഉണ്ടായത്. ഇതിന് തിരിച്ചടിയായിട്ട് ഇസ്രായേൽ സേന യമനിൽ ഹുത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ തുറമുഖങ്ങൾ, ഊർജോൽപാദന കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് കനത്ത ആക്രമണം നടത്തി. സാലിഫ്, റാസിസ, സന എന്നിവിടങ്ങളിലെ തുറമുഖങ്ങൾക്ക് വമ്പൻ കേടുപാടുകൾ സംഭവിച്ചു. ഒരു ടഗ് ബോട്ട് പൂർണ്ണമായും തകർന്നു. 9 പേർ കൊല്ലപ്പെട്ടതായി യമനിലെ ഹുത്തികളുടെ നിയന്ത്രണത്തിലുള്ള അൽ മസീറ TV റിപ്പോർട്ട് ചെയ്തു. വൈദ്യുതി ബന്ധം തകരാറിലായതോടുകൂടി ആയിരക്കണക്കിന് വീടുകളാണ് യമനിൽ ഇരുട്ടിലായത്. 2 തവണയായി 14 യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തതായി ഇസ്രായേൽ അറിയിച്ചു. ആക്രമണം നടക്കുന്നതിനിടെ ഹൂത്തികൾ ടെല്ലവീവിലേക്ക് തൊടുത്ത 2 ബാലിസ്റ്റിക് മിസൈലുകളും ലക്ഷ്യത്തിന് എത്തും മുമ്പ് തന്നെ ഇസ്രായേൽ വെടിവെച്ചു വീഴിച്ചു. ഇതിൽ ഒരെണ്ണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഒരു സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ ആണ് വീണത്. ആക്രമണത്തിന് തക്ക തിരിച്ചടി നൽകുമെന്ന് യമനിലെ ഹൂത്തികൾ പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇനിയൊരാക്രമണം ഉണ്ടായാൽ ഹൂത്തികളെ ഒരു പാഠം പഠിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ക്യാബിനറ്റിൽ ഇന്ത്യൻ വംശജരും ഇടം പിടിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ അമേരിക്കയിലെ ഇന്ത്യക്കാർ. അമേരിക്കൻ പ്രസിഡന്റിനൊപ്പം വൈസ് പ്രസിഡന്റും 15 എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാരും ഉൾപ്പെടുന്ന സർക്കാരിൻ്റെ ക്യാബിനറ്റിലേക്കാണ് ഇന്ത്യൻ വംശജരും ഉൾപ്പെടുക. എക്സിക്യൂട്ടീവ് നിയമനങ്ങളിൽ ഇന്ത്യൻ വംശജരായ തുളസി ഗബാർഡ്, വിവേക് രാമസ്വാമി, കശേവ് പട്ടേൽ, ഡോക്ടർ ജയ് ഭട്ടാചാര്യ, ഹർമിത് ദില്ലൻ അടക്കം നിയുക്ത വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ ഭാര്യ ഉഷ വാൻസ് വരെയുണ്ട്. ഉഷ വാൻസ് അമേരിക്കയുടെ സെക്കൻഡ് ലേഡിയായി അറിയപ്പെടും. ഭാഗ്യമുണ്ടെങ്കിൽ ഇവരെല്ലാം ജനുവരി 20 തിരഞ്ഞെടുക്കപ്പെടും. താൻ നിക്ഷേപിച്ച പണത്തിൽ നിന്ന് ചികിത്സയ്ക്ക് ആവശ്യത്തിനുള്ള 2 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ ബാങ്കിൽ നിന്ന് ആട്ടി ഓടിച്ച നിക്ഷേപകൻ സഹകരണ ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്തു. ഇത് സംഭവിച്ചത് അങ്ങ് UP-യിലല്ല, കേരളത്തിലാണ്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലാണ്. സംഭവത്തെക്കുറിച്ച് ആത്മഹത്യ ചെയ്ത സാബുവിൻ്റെ ഭാര്യ മേരിക്കുട്ടി പറയുന്നത്, സാബു ബാങ്കിലെത്തിയപ്പോൾ ജീവനക്കാരായ ബിനോയ് മോശമായി പെരുമാറി. കൂടുതൽ പണം നൽകാനാവില്ലെന്ന് ബാങ്ക് സെക്രട്ടറി പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് VR സജി ഭീഷണിപ്പെടുത്തിയത്. ട്രാപ്പിൽ പെട്ടെന്നാണ് സാബു പറഞ്ഞതെന്നാണ് ഭാര്യ പറയുന്നത്. വലിയ വിഷമത്തിലായിരുന്നു സാബു. ഇനി കിട്ടാനുള്ളത് 14 ലക്ഷം രൂപയാണ്. 1.5 വർഷമായി സാബു ബാങ്കിൽ കയറി ഇറങ്ങി നടക്കുന്നു. സാബുവിനെതിരായ ആരോപണം പണം നൽകാതിരിക്കാനുള്ള അടവാണെന്നാണ് മേരിക്കുട്ടി പറയുന്നത്. ആത്മഹത്യ ചെയ്ത സാബുവിനെ CPM കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറി VR സജി ഭീഷണിപ്പെടുത്തുന്ന സന്ദേശം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഇതിനു പിന്നാലെയായിരുന്നു മേരിക്കുട്ടിയുടെ പ്രതികരണം. സാബുവിനെ ബാങ്ക് ഭരണസമിതി ബോർഡിലൂടെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് നേരത്തെ ഒരു ബന്ധു ആരോപിച്ചിരിക്കുന്നു. സാബുവിന് അടിമേടിക്കേണ്ട സമയം കഴിഞ്ഞുവെന്നും പണി മനസ്സിലാക്കി തരുമെന്നായിരുന്നു സജിയുടെ ഭീഷണി. കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറി, CPMൻ്റെ ഏരിയ സെക്രട്ടറിയാണ് VR സജി.
സംഭവത്തിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വാർത്താ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. താങ്ക് യു.